നമ്മുടെ സ്വീകരണ പരിപാടിയിലെ വിപുലമായ സാന്നിധ്യം. ഇപ്പോ ഈ ഗവൺമെന്റിന്റെ കാലാവധി പൂർത്തീകരിക്കാൻ പോകുന്നു. വികസന കാര്യങ്ങളിൽ ഗവൺമെന്റ് നൽകിയ വാഗ്ദാനങ്ങൾ നല്ല നിലയിൽ പാലിക്കാൻ കഴിയും. കേരളത്തിന്റെ വികസന ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ കാലമായി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റിന്റെ ഭരണകാലം രേഖപ്പെടുത്തിയിരിക്കുന്നു. അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിനാണ് അതിന് ഊന്നൽ. വികസന സങ്കല്പങ്ങൾ നാട്ടുപുറത്തെ ഏതാനും റോഡുകൾ ടാറിടുക എന്നതിനും മാറ്റി വികസന കാഴ്ചപ്പാട് സമൂഹത്തിന് മുഴുവൻ ജനങ്ങളുടെയും പൊതുവായ ജീവിത മുന്നേറ്റത്തിന് സഹായകരമായ രൂപത്തിൽ പരിവർത്തനം ചെയ്യും. ആധുനിക കാലം ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ കാലം. സാങ്കേതിക വിദ്യാരംഗത്ത് കഴിഞ്ഞ 2 ദശകങ്ങളിലുണ്ടായ മാറ്റങ്ങളെ വിദ്യാഭ്യാസ രംഗത്തും ഇതര സേവന മേഖലകളിലും ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഒരു നാടിന് ഇപ്പോൾ പുരോഗമിക്കാൻ കഴിയും. ഈ സാങ്കേതിക നവീകരണത്തിന്റെ ഗുണാംശങ്ങൾ സമൂഹത്തിലെ അതിസമ്പന്നർക്ക് മാത്രമായി ലഭിക്കുന്നു എന്നതാണ് ഇന്നത്തെ ലോകഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിമിതി. വികസിത മുതലാളിത്ത രാജ്യങ്ങളിലെ ജനങ്ങൾ ഈ വിഷയത്തിൽ രണ്ടായി ചേരി തിരിഞ്ഞിരിക്കുകയാണ്. തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം തന്നെ രൂപപ്പെട്ടു വരുന്നത് ഈ പുതിയ പ്രതിസന്ധിയിൽ നിന്നാണ്. സമൂഹം രണ്ടാവുക എന്നുള്ള നിലയിൽ വലിയ ആപത്ത് ഈ സാങ്കേതിക കാലം ജനങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടിയില്ലെങ്കിൽ രൂപപ്പെടുത്തും. അപ്പൊ അത്തരമൊരു കാലത്ത് ആ നിലയിൽ വിഷയങ്ങളെ കാണാൻ കഴിഞ്ഞതാണ് കേരളത്തിലെ ഇന്നത്തെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രത്യേകത. വിശേഷിച്ചത് കേന്ദ്രത്തിലെ അധികാരങ്ങൾ അധികമുള്ള ഒരു ഗവൺമെന്റ് പൂർണ്ണ സ്വകാര്യവൽക്കരണത്തിലേക്ക് നീങ്ങി നമ്മുടെ പൊതു സ്വത്തുക്കൾ ശതകോടീശ്വരന്മാർക്ക് കൈമാറുന്ന ഒരു രാഷ്ട്രീയം നടപ്പിലാക്കുമ്പോഴാണ് കേരളം സാധാരണ ആളുകൾക്ക് കൂടി സാമൂഹ്യ സമ്പത്തിന്റെ ഏറ്റവും പുരോഗമിച്ച മേഖലയെ ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക മുന്നേറ്റത്തെ സ്വായത്തമാക്കാനുള്ള ഒരു വഴിവെട്ടി തെളിയിച്ചത്. ഈ വികസന കാര്യങ്ങൾ അതോടൊപ്പം അടിസ്ഥാന സൗകര്യ മേഖലയിൽ വന്ന മാറ്റം ഇത് കേരളത്തെ വളരെ വ്യത്യസ്തമാക്കിയതാണ്. ജനങ്ങളുമായിട്ട് ഞങ്ങൾ ആശയവിനിമയം നടത്തി. കൂടുതൽ വിപുലമായ വിചാരങ്ങളിലേക്ക് കേരള വികസനത്തെ കൊണ്ടുപോകാൻ ഇടതുപക്ഷം അതിൻ്റെ ഒരു തുടർഭരണം കേരളത്തിൽ ആവശ്യമാണ് എന്ന സന്ദേശം ഈ ജാഥ നൽകുന്നുണ്ട്. നല്ല സ്വീകാര്യത നമ്മുടെ സമൂഹവും ഈ ജാഥയ്ക്ക് നൽകുന്നുണ്ട്. വ്യത്യസ്തതയുള്ള ഒരു കേരളത്തെ സൃഷ്ടിക്കാനുള്ള പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരള ഗവൺമെന്റിന്റെ പൊതു സമീപനത്തോടുള്ള അനുകൂല മനോഭാവവും പിന്തുണയുമാണ് സ്വീകരണങ്ങളിൽ നമ്മൾ കാണുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ക്രിയാത്മകമായി ഈ വിഷയങ്ങളിൽ പ്രതികരിക്കുന്നതിന് പകരം മറ്റൊരു ദിശയിലേക്ക് കാര്യങ്ങൾ നീക്കാനാണ് പ്രതിപക്ഷം ഇപ്പോൾ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊരു കേരള ഗവൺമെന്റ് ഈ വികസന പ്രവർത്തനത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുന്നതിനെ തടയാൻ അസാധ്യമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അക്രമ സമരങ്ങൾ സംഘടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഗവൺമെന്റിന് ഭരണഘടനാപരമായും നിയമപരമായും മാത്രമേ പ്രവർത്തിക്കാൻ പറ്റൂ. നിയമവിരുദ്ധമായി പ്രവർത്തിക്കാൻ ഒരു ഭരണ സംവിധാനത്തിനും കഴിയും.
നിയമവിരുദ്ധമായി പ്രവർത്തിക്കാൻ ഗവൺമെന്റ് തയ്യാറാവണം എന്നുള്ള നിലയ്ക്ക് സമരം നടത്തിയാൽ ആ സമരത്തെ പ്രോത്സാഹിപ്പിക്കാൻ പാടുണ്ടോ? അക്രമ സമരങ്ങൾ സംഘടിപ്പിക്കുക. PSC റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞാൽ ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമിക്കാൻ പറ്റില്ല. ഒഴിവുകളിൽ മാത്രമേ നിയമിക്കാൻ പറ്റൂ. ഇല്ലാത്ത ഒഴിവുകളിൽ ഒരാളെയും നിയമിക്കാൻ പറ്റൂ. വസ്തുത ഇതായിരിക്കെ റാങ്ക് ലിസ്റ്റ് 6 മാസം മുമ്പ് കാലാവധി കഴിഞ്ഞ ഒരു റാങ്ക് ലിസ്റ്റിലെ ആളുകൾ നിയമവിരുദ്ധമായി അവരെ നിയമിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു സമരം നടത്തുകയാണ്. സമരം ജനാധിപത്യ സമൂഹത്തിൽ നടത്താൻ കഴിയും. നമുക്ക് സമരത്തോട് വിരോധമൊന്നും പറയാൻ കഴിയും. പക്ഷേ സമരത്തിൽ ഉയർത്തുന്ന ആവശ്യം അപ്രായോഗികമാകുമ്പോൾ ഗവൺമെന്റിന് അതിലൊന്നും ചെയ്യാൻ കഴിയില്ല. അത്തരമൊരവസ്ഥയാണ് സൃഷ്ടിക്കപ്പെട്ടത്. സമരക്കാരെ തെറ്റായ വഴിയിലേക്ക് നയിക്കാൻ തൊട്ടടുത്ത് 2 കോൺഗ്രസ് MLA-മാര് അക്രമ സമരത്തിന്റെ ഒരു പന്തൽ കെട്ടിവെച്ചിരിക്കണം. ചരിത്രത്തിലെ അപൂർവമായ ഒരു കാര്യമാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്നലെ പ്രസ്താവനയിൽ പറഞ്ഞു, പ്രായോഗികത ഒരു പ്രശ്നമാണ്, നിയമപരമായ കാര്യങ്ങളും പ്രശ്നമാണ്. ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന ഈ 2 കാര്യവും പ്രശ്നമാണ് എന്ന് ഇന്നലെ മുല്ലപ്പള്ളി പത്രക്കാരോട് പറഞ്ഞിട്ടുണ്ടായി. ഈ പ്രശ്നം നിലനിൽക്കെ അപ്പുറത്ത് യൂത്ത് കോൺഗ്രസ് കെട്ടിയ പന്തൽ എന്തിനു വേണ്ടിയാ? ആസൂത്രിത അക്രമങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ്. ക്രിമിനലുകളെ ഇറക്കി ഈ ഭരണത്തിന്റെ അവസാന നാളുകളിൽ കലാപം ഉണ്ടാക്കാനാവുമോ എന്നാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. അപകടകരമായ രാഷ്ട്രീയമാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ കുറച്ച് ചെറുപ്പക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് സർക്കാരിനെതിരായ ഇവരുടെ അക്രമസമരത്തിൽ ഉപകരണമാക്കാൻ പറ്റുമോ എന്നാണ് കോൺഗ്രസിന്റെ കപട ബുദ്ധിയിൽ കാര്യങ്ങൾ ചിന്തിക്കുന്നവർ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇത് നാട്ടിലെ ആളുകൾക്ക് മനസ്സിലാവും. PSC-യിലെ റാങ്ക് ലിസ്റ്റിലെ ഉമ്മൻചാണ്ടിന്റെ ഭരണത്തിന്റെ അവസാനത്തിൽ എന്തായിരുന്നു സ്ഥിതി? അവസാനത്തെ വർഷം റാങ്ക് ലിസ്റ്റിൽ 1,47,000 പേര് ജോലി കിട്ടാത്തവരുണ്ടായിരുന്നു. 1,47,000 പേര് ഉമ്മൻചാണ്ടിന്റെ അവസാന വർഷത്തിൽ. അതിൽ 27,000 പേർക്കാണ് ജോലി കിട്ടിയത്. ബാക്കി മുഴുവൻ ആളുകൾക്കും ഉമ്മൻചാണ്ടിന്റെ ഭരണത്തിന്റെ അവസാന കാലത്തെ റാങ്ക് ലിസ്റ്റുകാർക്ക് ജോലി കൊടുക്കാൻ പറ്റിയില്ലല്ലോ. അന്ന് യൂത്ത് കോൺഗ്രസ് പന്തല് കിട്ടുക. അന്ന് ഈ റാങ്ക് ലിസ്റ്റിൽ പേര് ഉള്ള ബാക്കിയുള്ള എല്ലാവരെയും നമ്മള് സെക്രട്ടേറിയറ്റിൽ കൊണ്ടുപോയി തിരുവനന്തപുരത്ത് മുട്ടുകാലിൽ ഇടയിച്ചോ? നമ്മുടെ നാടിന്റെ ഒരവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടല്ലേ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയും. തൊഴിലില്ലാത്തവർ PSC-ക്ക് അപേക്ഷ കൊടുത്തവര് ഇപ്പൊ തന്നെ കേരളത്തില് 63 ലക്ഷം പേർ അപേക്ഷ കൊടുത്തിരിക്കുക. 63 ലക്ഷം തൊഴിലില്ലാത്തവർ അപേക്ഷ കൊടുത്തിരിക്കുക. അതിൽ തന്നെ നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിലേക്ക് 23 ലക്ഷം പേരാണ് അപേക്ഷ കൊടുത്തിരിക്കുന്നത്. ആ ഇന്ത്യയിലെ തൊഴിലില്ലായ്മയുടെ സ്ഥിതി എന്ന് കേരളത്തിൽ മാത്രം സംഭവിച്ചല്ല. ഉത്തർപ്രദേശില് ലാസ്റ്റ് ഗ്രേഡിലേക്ക് 2.5 കോടിയാണ് അപേക്ഷ കൊടുക്കുന്നത്. കോടിക്കണക്കിന് ആളുകൾ അപേക്ഷിക്കുന്നത്. 845 വേക്കൻസിക്ക് UPSC നടത്തിയ എഴുത്തു പരീക്ഷ, അതിൽ ജോലി കിട്ടിയത് 845 പേരാണ്. അതിൽ പരീക്ഷ എഴുതിയത് 30 ലക്ഷം പേരാണ്. 845 പേർക്ക് ജോലി കിട്ടി. ഇവിടെ പരീക്ഷ എഴുതിയത് 30 ലക്ഷം പേർ UPSC. അതാണ് നാടിന്റെ അവസ്ഥ. അത് തൊഴിൽ സാധ്യതകളെ ഇല്ലാതാക്കിയ കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിന്റെ ഉൽപ്പന്നമാണ്. അപ്പോ തൊഴിലില്ലായ്മ എന്ന സാമൂഹ്യ വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ പൊതു അവസ്ഥയുമായി ബന്ധപ്പെടുത്തിയാണ് നമുക്കത് കൈകാര്യം ചെയ്യാൻ കഴിയുക. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് ഈ തൊഴിലിനോടുള്ള അനുഭാവപൂർണമായ സമീപനമാണ് സ്വീകരിച്ചത്. PSC-യിലെ
വാക്കൻസി ഫില്ല് ചെയ്യുമ്പോൾ പരമാവധി ആളുകൾക്ക് തൊഴിലെടുക്കാൻ ശ്രമിച്ചു. കൈക്കൂലി കൊടുക്കാതെ ആളുകൾക്ക് ആ സൗകര്യം കിട്ടുന്നതിന് വേണ്ടി UDF കാലത്ത് ചെയ്തതുപോലെ കാശ് വാങ്ങി PSC റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഈ ഗവൺമെന്റ് നീട്ടിയിട്ടില്ല. അതുകൊണ്ട് ജോലി കിട്ടിയ ഒരാൾക്കും കൈക്കൂലി കൊടുക്കേണ്ടി വന്നില്ല എന്നുള്ള നിലയിൽ PSCയെ ശുദ്ധീകരിക്കാൻ നമുക്ക് സാധിച്ചു. പിന്നീട് ഇവരിപ്പോ ഇത്തരം സമരങ്ങൾ കേരളത്തില് ശരിയായ കാര്യത്തിന് ധാരാളം സമരങ്ങൾ നടക്കുന്ന ഒരു നാടാണ്, ജനാധിപത്യ ഉള്ളടക്കമുള്ള ഒരു സംഭവം. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇത്തരം അക്രമ സമരങ്ങൾ എന്നത് UDF സ്ഥിരം പരിപാടിയാക്കിയിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അവസ്ഥ എന്തായിരുന്നു? അന്ന് ഈന്തപ്പഴമായിരുന്നു സമര വിഷയം. ഈന്തപ്പഴം, പിന്നെ ഖുറാൻ, സ്വർണ്ണക്കള്ളക്കടത്ത്, ഈ 3 കാര്യം വെച്ചായിരുന്നു സമരം. ഇപ്പൊ ഈന്തപ്പഴത്തെ കുറിച്ച് നിശബ്ദര. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തെറ്റായ കാര്യങ്ങൾ വെച്ച് അക്രമങ്ങൾ സംഘടിപ്പിക്കുക എന്ന രീതിയുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നു. ജനങ്ങളെ നിരാകരിച്ചു, അവരുടെ കൂടെ എല്ലാ ജനങ്ങളും. ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അക്രമ സമരങ്ങൾ നടത്തണമെന്നേ ഉള്ളൂ. അക്രമ സമരങ്ങൾ സംഘടിപ്പിക്കാനുള്ള ഒരു മുദ്രാവാക്യത്തെ പാവപ്പെട്ട ഏതാനും ചെറുപ്പക്കാരുടെ ചെലവിൽ സ്വന്തം ക്രിമിനൽ സംഘത്തെ ഇറക്കുക എന്നുള്ള നിലയിൽ UDF ഗൂഢാലോചന നടത്തി. അപ്പൊ ഇത് നമ്മുടെ നാടിന്റെ താല്പര്യത്തിന് ഉതകുന്നതല്ല. വികസനപരമായി കുതിച്ചു മുന്നേറുന്ന കേരളത്തെ തകർക്കുക എന്ന ലക്ഷ്യം, കേരളത്തിൽ ഒരു ഇടതുപക്ഷ തുടർഭരണം വരുന്നത് ഒഴിവാക്കാൻ ഏത് ഹീനമായ പ്രവർത്തനവും നടത്തും എന്ന തരംതാണ രാഷ്ട്രീയം, അതാണിപ്പോ UDF ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്ത ബോധമില്ലാതെ സംസാരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു 3 ലക്ഷം പേരെ പിൻവാതിലൂടെ ഇവിടെ നിയമിച്ചു. പത്രസുഹൃത്തുക്കളിൽ ചിലർ വളരെ മാന്യതയുള്ളവരും സത്യസന്ധരുമായതുകൊണ്ട് അവരുടെ വകയും അത് എൻക്ലൂസീവ് കൂട്ടിച്ചേർന്നു. ഇവിടെ ഒരു 3 ലക്ഷം പിൻവാതിൽ നിയമനം നടത്തി എന്ന് 8 കോളം വാർത്ത കൊടുത്ത നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളുണ്ട്. അവരത് ഈ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അതൊരിക്കലും അസത്യമാവാൻ ഇടയില്ല എന്ന ശുദ്ധഗതി കൊണ്ട് സ്വന്തം പാർട്ടിയാക്കി കൊടുത്തതാവാം. നമുക്കിപ്പോ ഇവിടെ ആ സമീപനത്തെ അങ്ങനെയൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇന്നത്തെ പത്രത്തിലുണ്ട് 221 പേരെ സ്ഥിരപ്പെടുത്തി. 221 അതിദീർഘകാലം താൽക്കാലിക ജോലി നിർവഹിച്ചവരെ സ്ഥിരപ്പെടുത്തി. അല്ലാതെ വെറുതെ 221 ആളെ വഴിയിൽ നിന്ന് വിളിച്ചു വരുത്തി സ്ഥിരപ്പെടുത്തിയതല്ല, ഇന്നലെ നിയമിച്ച് സ്ഥിരപ്പെടുത്തിയതല്ല. 15 കൊല്ലം 20 കൊല്ലം ചെറിയ കൂലിക്ക് ജോലി ചെയ്ത 49 വയസ്സും 50 വയസ്സും പ്രായമുള്ളവരെയാണ് ഈ സ്ഥിരപ്പെടുത്തുന്നത്. അതേ പത്രം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ 4 മാസം കൊണ്ട് സ്ഥിരപ്പെടുത്തിയത് 1159 പേരെയാണ്. 4 മാസം കൊണ്ട് 1159 പേരെ സ്ഥിരപ്പെടുത്തിയാൽ 3 ലക്ഷം പേരെ സ്ഥിരപ്പെടുത്താൻ എത്ര കൊല്ലം പിടിക്കും? ഈ കണക്കിന്റെ ഉത്തരമാണ് ചെന്നിത്തല നൽകേണ്ടത്. 1159ഉം 221 കൂട്ടിയിട്ട് എന്റെ കണക്ക് പുസ്തകത്തിൽ 3 ലക്ഷം തേക്കാൻ ഞാൻ പഠിച്ച കണക്ക് തികയുന്നില്ല. അദ്ദേഹത്തെ പഠിപ്പിച്ച അധ്യാപകനല്ല എന്നെ പഠിപ്പിച്ചിരുന്നു. എങ്ങനെ കൂട്ടിയാലും ഇവിടെ എത്തില്ല. നമ്മള് സമൂഹത്തിൽ അസത്യം പറയുമ്പോൾ, വ്യാജമായ വർത്തമാനം പറയുമ്പോൾ മനുഷ്യന്റെ ബുദ്ധിശക്തിയെ ചോദ്യം ചെയ്യാൻ പാടുണ്ടോ? കളവുകൾ പ്രചരിപ്പിക്കുന്നതിന്റെ അളവ് എത്ര വലുതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഈ കണക്കുകളിൽ കാണിക്കുന്നത്. ഏതെങ്കിലും ഒരു മാധ്യമത്തിന് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഈ അധികാരകാലത്ത്
വളരെ കുറച്ച് 200 or 300 1000 ആളുകളെ അത് തന്നെയാവുന്നില്ല. ഈ കണക്ക് തന്നെ കാണുന്നില്ലേ? ഗവൺമെന്റിന്റെ അവസാനത്തിൽ ചെയ്തത് 4 മാസം കൊണ്ട് 1159 പേരെ സ്ഥിരപ്പെടുത്തിയാൽ അതുകൊണ്ട് ഈ കേരളത്തിലെ ഏറ്റവും വലിയ തകരാറ് അതാവൂ? ഇതല്ലേ ഇവിടെ നടക്കുന്നത്? വലിയ തെറ്റായ പ്രചരണം നടത്തുകയാണ്, അതിന് മുൻകൈ എടുക്കുകയാണ്, കളവുകൾ പ്രചരിപ്പിക്കുകയാണ്, അപവാദം പറയുകയാണ്. ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ കോൺഗ്രസിന് നല്ലതാണ്. രമേശ് ചെന്നിത്തല ജാഥയുടെ ഏറ്റവും വലിയ പ്രത്യേകത ആ ജാഥ ബിജെപിയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന കോൺഗ്രസുകാർക്ക് വേണ്ടി ഉള്ള കാര്യങ്ങൾ പറയുന്ന ഒരു ജാഥയാണ്. അവർക്ക് ന്യായം പറയാനാണ് ചെന്നിത്തല എല്ലാ ദിവസവും ഈ ജാഥയിൽ കാര്യങ്ങൾ വിശേഷിച്ച് ജാഥ വടക്കൻ ജില്ല കഴിഞ്ഞ് തെക്കൻ ജില്ലകളിലേക്ക് പ്രവേശിച്ചതോടുകൂടി ഈ ബിജെപി അനുകൂല സംസാരം, അത് അങ്ങനെ ബിജെപി ചേരാൻ ആഗ്രഹിക്കുന്ന കോൺഗ്രസുകാർക്ക് ആവശ്യമായ വിഷയങ്ങളും താല്പര്യമുള്ള കാര്യങ്ങളും പ്രചരിപ്പിക്കുന്ന ഒരു ജാഥയായി, ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന ജാഥയായി രമേശ് ചെന്നിത്തലയുടെ ജാഥ മാറിയിരിക്കുകയാണ്. ഇതാണ് UDFന്റെ ഒരു പൊതു സ്ഥിതി. ജനങ്ങള് വികസനത്തിനൊപ്പമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയുണ്ടാക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് എന്ന വസ്തുതയെ എത്ര വലിയ കളവുകൊണ്ടുള്ളൂ പ്രതിപക്ഷത്തിന് UDFന് മറച്ചുവെക്കാൻ കഴിയില്ല. BJPക്ക് ഒപ്പം ചേർന്നുകൊണ്ട് അവർ കേരളത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പ്രതിരോധ സഖ്യം ജനങ്ങൾ അംഗീകരിക്കുകയുമില്ല എന്നതാണ് ഇതുവരെയുള്ള അനുഭവങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും. ഈ കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ഈ നിയമനങ്ങളെല്ലാം തന്നെ നിയമപരമാണ് എന്ന് താങ്കൾക്കുള്ള ആൾക്കാർ പറയുമ്പോഴും ഹൈക്കോടതി അത് നിയമപരമല്ല എന്ന് പറഞ്ഞ് കേരള ബാങ്കിലെ വലിയ ആൾക്കാർ പോസ്റ്റിങ്ങിന് തടയുകയാണ്. അപ്പൊ സ്വാഭാവികമായും അതിൽ എവിടെയാണ് നിയമപരം? അല്ല, കേരള ബാങ്ക് എന്ന് പറഞ്ഞാല് കേരള ബാങ്ക് ഒരു സർക്കാർ സ്ഥാപനമല്ല. 1. 2, റിസർവ് ബാങ്കിന്റെ നിയമങ്ങൾക്ക് വിധേയമായാണ് അതില് ആളുകളെ എടുക്കാനും സ്ഥിരപ്പെടുത്താനും ഒക്കെ പറ്റുള്ളൂ. പബ്ലിക് സർവീസ് കമ്മീഷന്റെ രീതിശാസ്ത്രമല്ല ആ ബാങ്കിൽ കോടതി പരിശോധിക്കുന്നത്. ഈ പെട്രോൾ പൈസ കൂടുന്നത് ഇപ്പോൾ ഇവിടെ മുല്ലപ്പള്ളി ഉപവാസ സമരം നടന്നത്. ആസാം സ്റ്റേറ്റ് തലത്തിൽ അവരുടെ നികുതി കുറച്ചു. കേരളം എന്തുകൊണ്ടാണ് സംസ്ഥാന നികുതി കുറക്കാത്തത്? അത് ഈ പെട്രോളിന്റെ വില വർദ്ധിപ്പിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് അല്ല. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി ഘടനയിലെ സിംഹഭാഗവും പോകുന്നത് കേന്ദ്ര ഗവൺമെന്റിനാണ്. വളരെ ചെറിയ വിഹിതം മാത്രമാണ് സംസ്ഥാന ഗവൺമെന്റ്. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് അല്ല, ഈ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചാൽ പോലെ ഈ ചോദ്യം തന്നെ കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടിയാണ്. ആസാം സംസ്ഥാനങ്ങൾ ഇത് മതിയല്ലോ, കേന്ദ്ര ഗവൺമെന്റിന്റെ വിലയൊക്കെ കുറച്ചാൽ പോലെ. പിന്നെ ഇതിന് ആസാമിന്റെ കാര്യവും മറ്റു സ്റ്റേറ്റിന്റെ കാര്യവും പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് വില കുറയ്ക്കാൻ വേണ്ടത് അത് BJP ചെയ്യുന്നതാ. കേന്ദ്ര ഗവൺമെന്റിനെ ന്യായീകരിക്കാൻ BJPയുടെ ഒരു സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുന്ന പ്രവർത്തനത്തെയാണോ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്? കേന്ദ്ര ഗവൺമെന്റ് ഇതിന്റെ വില കുറയ്ക്കല്ലേ വേണ്ടത്? വില കൂട്ടുന്നവരല്ലേ, എല്ലാ ദിവസവും കൂട്ടുന്നവരല്ലേ? അതിനല്ലേ പ്രാധാന്യം. കേന്ദ്രത്തെ ന്യായീകരിക്കുന്ന ചോദ്യം ചോദിച്ച് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കും. അതിന്റെ നിയമം ഉണ്ടാക്കേണ്ട കാര്യമില്ല. നിയമനമായിട്ട് റിപ്പോർട്ട് ചെയ്ത പോലെ നിയമനം യഥാസമയം റിപ്പോർട്ട് ചെയ്യാന്നുള്ളത് നമ്മുടെ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി നടക്കുന്നില്ല. കേരളത്തിൽ ഏത് ഒഴിവാ റിപ്പോർട്ട് ചെയ്യാൻ ഇപ്പോൾ ബാക്കിയത്? നമ്മളെന്താ പറയുന്നത്? ഈ കേരള ഗവൺമെന്റ് 2021 ഡിസംബർ വരെയുള്ള ഒഴിവുകളാണ്. ഇപ്പോഴത്തെ ഒഴിവ് മാത്രമല്ല, നിങ്ങൾക്ക് ഇന്നത്തെ ഒഴിവ് മാത്രമല്ല, 2021 ഡിസംബർ വരെയുള്ള ഒഴിവ് റിപ്പോർട്ട് ചെയ്യാമെന്നാണ് ഈ ഗവൺമെന്റ് പറയുന്നത്. ഉള്ള ഒഴിവിന്റെ കണക്കെടുക്കൽ മാത്രമല്ല, അത് റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല, വരാനിരിക്കുന്ന ആന്റിസിപ്പേറ്ററി എന്ന് ഇംഗ്ലീഷിലും വരാനിരിക്കുന്നതെന്ന് മലയാളത്തിലും വളരെ കൃത്യമായിട്ട് അതാ തീരുമാനം. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന UDFന്റെ പ്രചരണ യാത്രയിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയപരമായി എതിർക്കുന്നത് ഗോവിന്ദൻ മാസ്റ്ററുടെ ഒരു സ്റ്റേറ്റ്മെന്റാണ്. വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന പ്രമാണമാണ്. കാലികമായിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനമായി രാഷ്ട്രീയപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി അതിനെ ക്ലബ് ചെയ്ത് വെക്കുന്നത്, അതിനെ താൽക്കാലികമായി ഇല്ലാതാക്കി നിർത്തുന്നതിന്റെ ഔചിത്യം എന്താണ് എന്നൊരു പ്രശ്നമുണ്ട്. അതേപോലെ തന്നെ അവർ ചേർക്കുന്ന
മറ്റൊരു പ്രശ്നം ശബരിമല പ്രശ്നമാണ്. കാരണം അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും കമ്മ്യൂണിസ്റ്റുകാർ DYFI അടക്കമുള്ള സംഘടനകൾ, പ്രത്യേകിച്ച് വനിതകളുടെ അധികാരത്തിന്, കാരണം ഭരണഘടന വേർതിരിക്കുന്നില്ല, സ്ത്രീ പുരുഷ സമത്വമാണ്. അത്തരത്തിലൊരു കാര്യം വരുമ്പോൾ എന്തുകൊണ്ട് ഉള്ള കാര്യങ്ങൾ വിളിച്ചു പറയാനുള്ള ആർജവം, നേരത്തെ ഉണ്ടായിരുന്ന ആർജവം ചോർന്നു പോകുന്നുണ്ടോ എന്നൊരു സംശയം. ഇല്ല, നമ്മള് ഈ കാര്യങ്ങളിലൊക്കെയുള്ള ഒരു CPI നിലപാടുണ്ട്. ആ നിലപാട് യഥാസമയം നമ്മള് പിന്നെ ഇപ്പൊ വ്യക്തമാക്കിയത് പാർട്ടി ശബരിമല വിഷയത്തിലെ CPM നിലപാട് എന്താണ് എന്ന് ഞങ്ങള് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ടായി. നന്നായിട്ട് ഈ പത്രക്കാർക്ക് ഏകദേശം വളയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനോട് വളയ്ക്കാൻ താല്പര്യമുണ്ടെങ്കില്ല, പിന്നെ വളവ് വേണ്ട എന്നതുകൊണ്ട് നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ അത് എഴുതിയും പത്രസമ്മേളനത്തിൽ കൊടുത്താൽ നമ്മുടെ നയമാണ്. പിന്നെ ഡയലറ്റിക്സ് എന്നൊക്കെ പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടിരിക്കും. പിന്നെ പാർട്ടിക്ക് മുന്നില് കാര്യങ്ങൾ വ്യക്തമാക്കണമെങ്കിൽ അതിൽ വ്യക്തത എന്ത് സ്വീകരിക്കും. സ്വാഭാവികമായിട്ടും അത്ര വ്യക്തത നമ്മുടെ ചില മാധ്യമ സുഹൃത്തുക്കൾക്ക് ഇല്ലാത്തതുകൊണ്ട് അവരങ്ങനെ ഒരു വാർത്ത കൊടുക്കും. വാർത്തകൾക്ക് വേണ്ടിയുള്ള ദാഹം ഒരു മാധ്യമ പ്രവർത്തകർ ഉണ്ടാവുക സ്വാഭാവികമാണ്. അതിനുവേണ്ടി എത്രയും കഠിന പ്രയത്നം നടത്തുമ്പോൾ കുറച്ച് വസ്തുതാരഹിതമായ കാര്യങ്ങൾ വന്നു പോകും. അവരുടെ ഉദ്ദേശശുദ്ധി വാർത്താശേഖരണം എന്നുള്ളതിനെ കണ്ടാൽ അങ്ങനെ അവർ ചില വാർത്തകൾ കൊടുത്തു. അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമാക്കേണ്ടിയിരുന്നു. ഇപ്പൊ ആവർത്തിച്ച് എല്ലാ ദിവസവും രാവിലെ ഇതിനെക്കുറിച്ച് ചോദ്യം ചോദിക്കുകയും അതിനെ ഞാൻ ഉത്തരം പറയുകയും ചെയ്യുന്നത് നമുക്ക് രണ്ടുകൂട്ടർക്കും ഒരു പിന്നെ എന്താ പറയുക, ഫ്രഷ് ആയിട്ട് കുറെ കൂടി വിപുലമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള സമയം നഷ്ടപ്പെടും. സമയം കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതിയാണ് കേരള ബാങ്ക്. കേരള ബാങ്ക് പദ്ധതി സർക്കാരിന്റെ അല്ലാതാണ് മറ്റത് UDF അധികാരത്തിൽ വരികയാണെങ്കിൽ കേരള ബാങ്ക് തിരിച്ചുകൊള്ളുന്നതാണ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. എന്താണ് അതിനകത്തൊരു കേരള ബാങ്ക് സർക്കാർ സ്ഥാപനം എന്താണെന്നല്ലേ അത് മനസ്സിലായി. അത് ബാങ്കല്ലേ, അതിൻ്റെതായ നിയമങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. കേരള ഗവൺമെന്റ് റിസർവ് ബാങ്കിന്റെ നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് പ്രവർത്തിക്കുക കേരള പിന്നെ ബാങ്ക്. അതല്ലേ പറയുന്നത്. അത് മനസ്സിലായിട്ടില്ല. കേരള ബാങ്ക് സംസ്ഥാന സഹകരണ വകുപ്പിന്റെ കീഴിലാണെന്ന് പറയുന്നത്. അല്ലാതെ ജില്ലാ ബാങ്കുകൾ ചേർന്നുണ്ടായിട്ടുള്ള 14 ജില്ലാ ബാങ്കുകൾ 13 ചേർന്നുണ്ടായിട്ടുള്ള സംസ്ഥാന സഹകരണ ബാങ്ക് സംസ്ഥാന സഹകരണ വകുപ്പിന്റെ കീഴിലാണ്. അപ്പൊ അത് സർക്കാരിന്റെ കീഴിലല്ല എന്ന് പറയുന്നത് ശരിയാണ്. സംസ്ഥാന സഹകരണ ബാങ്ക് അല്ല, അത് തന്നെ ഞാൻ പറഞ്ഞത് കേരള ബാങ്കാണ്. കേരള ബാങ്ക് നമ്മൾ ആ പേരിട്ടാ മതി, സംസ്ഥാന സഹകരണ ബാങ്ക് എന്ന് പേരിട്ടാ മതി. ബാങ്ക് മാറി, സഹകരണ ബാങ്കിൽ നിന്ന് മാറിയ ഷെഡ്യൂളായി, റിസർവ് ബാങ്ക് നിയമങ്ങൾക്ക് വിധേയമായി. അതിന്റെ നിയമനങ്ങൾ നടത്തുമ്പോൾ റിസർവ് ബാങ്ക് നിയമങ്ങളുടെ കൂടി പരിഗണനയ്ക്ക് വെച്ചുകൊണ്ടാണ് ചെയ്യാൻ പറ്റുക. അതിന്റെ ഡയറക്ടർ ബോർഡ് എങ്ങനെയാണ്? അതിന്റെ ഡയറക്ടർ ബോർഡ് എങ്ങനെയാണ്? അതിന്റെ ഡയറക്ടർ ബോർഡൊക്കെ റിസർവ് ബാങ്കുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള നിയമങ്ങളെ വിധേയമാക്കിയിട്ട് അതിന് മുമ്പുള്ളത് സംസ്ഥാന സഹകരണ നിയമങ്ങളെ മാത്രമായിട്ട് ബന്ധപ്പെടുത്തിയത്. അത് രണ്ടും തമ്മിൽ വ്യത്യാസം സ്വാഭാവികമാണ്. റിസർവ് ബാങ്കിന്റെ കീഴിലാണ് കേരള ബാങ്കിന്റെ നിയമങ്ങൾ. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് മുൻകൈയെടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബാങ്കാണ്. കേരളത്തിൽ പാഴായിപ്പോയ പരീക്ഷണം വീണ്ടും നടത്തുന്നത് എന്ന് പത്രങ്ങളൊക്കെ കാണുന്നുണ്ട്. കേരളത്തിൽ മുമ്പ് പാഴായിപ്പോയ ഒരു പരീക്ഷണമുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് വീണ്ടും ചർച്ച നടത്തുന്നതായി ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതെ, നമ്മൾ കാണേണ്ട ഒരു കാര്യം, കേരളത്തിലെ പ്രതിപക്ഷം വിശേഷിച്ച് കോൺഗ്രസ് ഏത് തരത്തിലുള്ള രാഷ്ട്രീയ സെക്യൂരിറ്റി, രാഷ്ട്രീയ മൂല്യങ്ങളിൽ വിശ്വാസമില്ലാത്ത ഒരാൾക്കൂട്ടമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. വിമോചന സമരത്തിലൂടെ വന്ന ഒരു നേതൃത്വം കഴിഞ്ഞ 6 ദശകമായി കേരളത്തിൽ തുടരുകയാണ്. പിന്നെ ഒരു കോൺഗ്രസ് നേതാക്കന്മാർ കൂടുതലായിട്ടില്ല. ആ വന്നവരുടെ പെട്ടിപിടിച്ച കുറച്ചാളും നേതാക്കന്മാരായി എന്നല്ലാതെ കോൺഗ്രസിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച്
ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പുകൾ ആ സംഘടനകൾക്ക് നടത്തി അതിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു നേതൃത്വ നില കഴിഞ്ഞ അനേകം ദശാബ്ദങ്ങളായി കേരളത്തിലെ കോൺഗ്രസിലില്ല. കേരളത്തിന്റെ മഹിതമായ ഭൂതകാലത്തിൽ 1930കളുടെ അവസാനത്തിലും 40കളുടെ തുടക്കത്തിലും കോൺഗ്രസിന്റെ KPCCയുടെ തെരഞ്ഞെടുപ്പാണ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉയർന്ന ജനാധിപത്യ സങ്കല്പമായി കണ്ടത്. മുഹമ്മദ് അബ്ദുറഹിമാൻ, EMS നമ്പൂതിരിപ്പാട്, CK ഗോവിന്ദൻ നായർ, പല ആളുകളും അന്നത്തെ കാലത്ത് ആ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ടു വന്നിട്ടുണ്ട്. അത് കോൺഗ്രസിനുണ്ടായിരുന്നാണ്. മഹാത്മാഗാന്ധിയുടെ സ്ഥാനാർത്ഥിക്കെതിരായി സുഭാഷ് ചന്ദ്രബോസ് മത്സരിച്ച ഒരു കോൺഗ്രസും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതാണ് നമ്മുടെ നാട്ടിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് ശേഷം നടപ്പിലാക്കാൻ പോകുന്ന ജനാധിപത്യത്തിന്റെ മാതൃകയായി ദേശീയ പ്രസ്ഥാനം സമൂഹത്തിന്റെ മുന്നിൽ ചൂണ്ടിക്കാട്ടിയത്. ആ മഹിത പാരമ്പര്യങ്ങളിൽ നിന്ന് അകന്ന് വിമോചന സമരത്തിന് ശേഷം ഇവിടെ കുറച്ച് ആളുകൾ കോൺഗ്രസ്സായി. അവരൊക്കെ കിട്ടിയ പദവിയിട്ട് ഞാൻ അതിന്റെ ബാക്കി പറയുന്നില്ല. ജനം കാണുന്നുണ്ട്. നമ്മളിപ്പോ അത് പറഞ്ഞിട്ട് അവർക്കൊരു വിഷമുണ്ടാവണ്ട. നാടിത് കാണുന്നുണ്ട്. എന്താണ് കോൺഗ്രസിന്റെ ജനാധിപത്യ ഉള്ളടക്കം എന്നത്? ആ ജനാധിപത്യ ഉള്ളടക്കത്തെ സംരക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ അവസരവാദ നേതൃത്വത്തിന് അവരുടെ സ്ഥാനങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് അവര് ഇത്തരം രാഷ്ട്രീയ സഖ്യങ്ങൾ ഉണ്ടാക്കിയത് എല്ലാ കാലത്തും. ഇപ്പോഴും അതിനെ ഉണ്ടാക്കാൻ പോകും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വരെ ഉണ്ടാക്കിയത്. അവിടെ എവിടെയാ മൂല്യബോധം? അവിടെ എവിടെയാ ശരിയായ രാഷ്ട്രീയ കാഴ്ചപ്പാട്? ഒന്നുമില്ല. ഇവർക്ക് ആ സ്ഥാനങ്ങളിൽ തുടരണം, വീതം വെച്ചെടുക്കണം എന്നതേ അതിലുള്ളൂ. അതിന്റെ ഭാഗമായി സംഭവിക്കുന്നത് ഈ ഇന്ത്യയിലെ ഏറ്റവും മികവാർന്ന ജനാധിപത്യ മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു സംസ്ഥാനത്തെയാണ്, അതിന്റെ പുരോഗതിയാണ് എല്ലാ സന്ദർഭത്തിലും ഇവർ അപകടപ്പെടുത്തിയത്. സംസ്ഥാന ഭരണം അത്തരം കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുക വഴി അഴിമതിയിൽ നിറഞ്ഞ് കവിഞ്ഞു. നമ്മൾ തന്നെ കണ്ടില്ലേ, നിങ്ങളെല്ലാം നല്ല നിലയിൽ ഇത് റിപ്പോർട്ട് ചെയ്തു. ഉമ്മൻചാണ്ടി ഗവൺമെന്റിലെ ഒരു മന്ത്രി അഴിമതിയുടെ പേരിൽ ഈ അടുത്ത ദിവസം വരെ ജുഡീഷ്യൽ കസ്റ്റഡി നടന്നത് ഒരു മന്ത്രി ഒരു പാലം പൊളിച്ചതേക്കോടെ. ഇതൊക്കെ നമ്മുടെ നാട് കാണുന്നില്ല. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഉമ്മൻചാണ്ടി ക്യാബിനറ്റ് കസേരയിൽ മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നുകൊണ്ടല്ലേ ഈ അഴിമതിക്ക് കൂട്ടുനിന്ന് നടന്നില്ലേ? ഇവിടെ ഇപ്പൊ ഒരു വലിയ മാന്യമാനായിട്ട് നടക്കുക. യഥാർത്ഥത്തിൽ വ്യത്യസ്ത വർഗീയതകളുമായി സന്ധി ചെയ്തുകൊണ്ട് അഴിമതിയെ വളർത്തുന്ന രാഷ്ട്രീയമാണ് കോൺഗ്രസ് ഇവിടെ നടപ്പിലാക്കിയത്. ഇപ്പോഴും അവരുടെ താല്പര്യം അതാണ്. അഴിമതിയില്ലാത്ത ഒരു 5 ഭരണം ആശ്വാസത്തോടു കൂടി കേരളം കണ്ടത് പിണറായി ഇപ്പൊ മുഖ്യമന്ത്രിയായിരുന്നു. ഇന്നലെ ഇപ്പോൾ ചെന്നിത്തല ഒരിക്കലും നടപ്പാക്കാൻ കഴിയാത്ത ഒരു ഭാഗം, അതായത് റാങ്ക് ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകൾക്ക് നിയമനം കൊടുക്കുന്ന പ്രതിപക്ഷ നേതാവ് മുല്ലപ്പള്ളി മാറ്റി പറഞ്ഞു. ചില നേതാക്കൾ പറയുന്നത് ഈ പദ്ധതി ഉൾപ്പെടെ എല്ലാ പദ്ധതിയും തിരിച്ചു കൊടുക്കും. ചില കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അതൊക്കെ എന്താണ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു കോൺഗ്രസിന്റെ ജനങ്ങൾക്ക് മുന്നോട്ട് ഇത്തരത്തിലുള്ള അഭിപ്രായം? ഇതിലെ പ്രശ്നം കോൺഗ്രസിനകത്തുള്ള തർക്കങ്ങളില്ലേ. കോൺഗ്രസ് പല ഗ്രൂപ്പുകളുടെ കൂട്ടായ്മയാണ്. ഇപ്പൊ നമ്മൾ കണ്ടതില്ലേ, ഈ ജാഥ നടത്തുന്ന പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ആവില്ല എന്ന് ഉറപ്പിക്കാൻ അദ്ദേഹത്തിന്റെ തലയ്ക്ക് മുകളിൽ പുതിയ സമിതി ഉണ്ടാക്കി അതിന്റെ അധ്യക്ഷനായി ഉമ്മൻചാണ്ടിയെ വെച്ച് ഉമ്മൻചാണ്ടിക്ക് എയർപോർട്ട് സ്വീകരണം കൊടുത്തില്ലേ? KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും അല്ല എയർപോർട്ടിൽ സ്വീകരണം കൊടുത്തത്, പ്രചരണ സമിതിയുടെ ചെയർമാനാണ്. സ്വാഭാവികമായിട്ടും അതിന്റെ ഉൾപ്പിരിവുകളുണ്ടെന്ന് വ്യക്തമല്ലേ? അപ്പോ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞു ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ അതിന് വ്യത്യസ്തമായിട്ട് KPCC പ്രസിഡന്റ് പറഞ്ഞു. അതിന് പൂർണ്ണമായി വ്യത്യസ്തമായിട്ട് മറ്റേ സമരസ്ഥലത്ത് പോയിട്ട് ഉമ്മൻചാണ്ടി പറഞ്ഞു. ഒരു കാര്യം നാട്ടുകാർക്ക് മനസ്സിലായി, നാട്ടുകാരെ പറ്റിക്കുക എന്ന ഉദ്ദേശമാണ്, ഉദ്ദേശശുദ്ധിയാണ് ഇവർക്കുള്ളത്. അല്ലാതെ ഈ സമരം ചെയ്യുന്ന ആളുകളോടോ അല്ലെങ്കിൽ ജനങ്ങളുടെ സാമൂഹ്യ വിഷയങ്ങളോടോ പ്രതിബദ്ധതയില്ല. അതാണിപ്പോ നടന്നിരിക്കുന്നത്.
നമുക്ക് അവസാനിപ്പിക്കാം.